ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് അൺബോക്സിംഗ് ആണ്. ഈ പ്രൊഡക്റ്റ് സാധാരണ എല്ലാ പ്രൊഡക്റ്റും ഞാൻ തന്നെ മേടിച്ച് അൺബോക്സ് ചെയ്യാണ്. പക്ഷേ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്തൊരു റിവ്യൂ കണ്ട് ഇഷ്ടപ്പെട്ട് ആ ബ്രാൻഡ് നമ്മളെ ഇങ്ങോട്ട് സമീപിച്ചതാണ്. ഒരു പ്രൊഡക്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് അയച്ചു തരാമെന്ന്. റിവ്യൂ ചെയ്യാനൊന്നുമല്ല, ജസ്റ്റ് കോംപ്ലിമെൻ്ററി. അത് വേറൊരു ബ്രാൻഡും അല്ല, നമ്മുടെ ഈ ഓഡിയോയുടെ ബ്രാൻഡ് തന്നെയാണ്. അവരുടെ തന്നെ ഒരു സബ് ബ്രാൻഡ്, അല്ലെങ്കിൽ അവർ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ബ്രാൻഡ് എന്ന് പറയാം. നെക്സ്റ്റ് ലിവ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. നെക്സ്റ്റ് ലിവ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അവർക്ക് പല ഐറ്റംസ് ഉണ്ട്. മസാജസ് ഉണ്ട്, പിന്നെ എയർ പ്യൂരിഫയർ ഉണ്ട്, അങ്ങനെ ഒട്ടുമിക്ക സംഭവമുണ്ട്. നമുക്ക് അവർ റിവ്യൂ ചെയ്യാനായിട്ട് ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഇതാണ് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്. ഈ ബ്രഷ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 60 ഡേ ബാറ്ററി ലൈഫ് എന്ന് പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന ബാറ്ററി, മറ്റേ ഈ ക്ലോക്കിലൊക്കെ ഇടുന്ന ബാറ്ററി ഉണ്ടല്ലോ, ആ ടൈപ്പ് ബാറ്ററിയാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഞാൻ ഇത് അൺബോക്സ് ചെയ്യുന്നുണ്ട്, അത് കാണിച്ചു തരാം. പിന്നെ വരുന്നത് ക്ലീനിങ് മോഡ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് 2 ഹെഡ് വരുന്നുണ്ട്. ആ ബ്രഷ് ഉണ്ട്. ഇതിൻ്റെ ഒപ്പം വരുന്നത് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി എന്ന് പറയുന്നത് നമ്മൾ തന്നെ മേടിച്ചിരുന്ന ബാറ്ററി തന്നെ. ഇതിൽ ബിൽറ്റ് ആയിട്ട് ബാറ്ററി ഒന്നും വരുന്നില്ല. ബാറ്ററി ഇടാനുള്ള ഒരു സ്ലോട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഡിപ്പെൻസ് ഓൺ ഏത് ബാറ്ററി നമ്മൾ യൂസ് ചെയ്യണമെന്നനുസരിച്ചിരിക്കും. നമ്മുടെ ക്ലോക്കിലൊക്കെ ഇടുന്ന ബാറ്ററിയില്ലേ, അതിൻ്റെ ചെറുത്. പിന്നെ 2 ഡിഫറെൻറ്റ് മോഡ്സ് വരുന്നുണ്ട്. പിന്നെ 2 ഹെഡ് വരുന്നുണ്ട്. ആ ബ്രഷിൻ്റെ 2 ഹെഡ് വരുന്നുണ്ട്. പിന്നെ 2 മിനിറ്റ് ടൈമർ വെച്ച് ഞെക്കുമ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് വരുന്ന ടൈമാണെന്ന് തോന്നുന്നു. പിന്നെ വാട്ടർ പ്രൂഫ്, ഒബ്വിയസ്ലി വാട്ടർ പ്രൂഫ് ആയിരിക്കണമല്ലോ. ഞാൻ ഈ പാക്കേജ് എനിക്ക് ഡാമേജ് ആയിട്ടാണ് കിട്ടിയത്. ഇതിൻ്റെ ബോക്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് അൺബോക്സ് ചെയ്യുന്നുള്ള ആ വീഡിയോ ഞാൻ ഇതിൻ്റെ ഒപ്പം മെൻഷൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന് ഒരു വാറണ്ടി വരുന്നുണ്ട്. വാറണ്ടി ക്ലെയിം ചെയ്യാനുള്ള QR കോഡാണ് ഇതിൽ വരുന്നത്. ഈ QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി സ്കാൻ ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. ഇനി ഇതിൻ്റെ പ്രൊഡക്റ്റ് കാണിച്ചു തരാം, ഇതിൻ്റെ അകത്തുള്ള അൺബോക്സിങ് കാണിച്ചു തരാം. ഉള്ളിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്രഷാണ് വരുന്നത്. ഈ ബ്രഷ് എന്ന് പറഞ്ഞാൽ ഒരു കേസിലാണ് വരുന്നത്. ഈ ബ്രഷ് എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കേസിലാണ് വരുന്നത്. ഈ കേസ് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ബ്രഷ്, ഈ ഹെഡ് ഞാൻ ഇപ്പം ഓൾറെഡി ഈ ഹെഡ് ഇതിൻ്റെ അകത്ത് ഡിറ്റാച്ച് ആയിട്ടായിരിക്കും വരുന്നത്. ഞാനിത് കണക്ട് ചെയ്ത് വെച്ചതാണ്. നമുക്കിതിങ്ങനെ വലിച്ചാൽ ഊരാമെന്നുള്ളൂ. ഇത്തിരി വില കൊടുത്തു എന്നുള്ളൂ. കുറച്ച് ടൈറ്റ് ആക്കിയാന്ന് തോന്നുന്നു, ഉള്ളിലേക്ക് എടുത്ത് വെച്ചത്. അതുകൊണ്ടാന്ന് തോന്നുന്നു ഇതാക്കിയത്. ഇതൊരു ഹെഡ്. പിന്നെ വരുന്നത് ഈ ഒരു ഹെഡ്. അങ്ങനെ ടോട്ടലിൽ 2 ബ്രഷാണ്, നമുക്ക് 2 ഹെഡാണ് വരുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. ഇതിലാണ് നമ്മൾ ബാറ്ററി ഇടുന്നത്. ബാറ്ററി ഇടാനായിട്ടുള്ള സ്ലോട്ട് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ആക്ച്വലി ഇവിടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ കൺട്രോൾ സാധനങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമ്മുടെ ബ്രഷിൻ്റെ ഇവിടെ തന്നെ ഒരു ബട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വെച്ചാണ് നമ്മൾ ഓൺ ആക്കുന്നത്. ഞാനിപ്പോൾ ഇനി ഇത് ബാറ്ററി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഇത് ക്യാമറ എത്ര വിസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. ഓണായി കഴിഞ്ഞാൽ ഇത് ഓണായിന്ന് അറിയാനായിട്ട് LED ഇൻഡിക്കേറ്റർ ഒന്നുമില്ല. ബട്ട് ഇത് വൈബ്രേറ്റ് ചെയ്യണ കാരണം നമ്മുടെ കയ്യിൽ ഇരുന്നതിന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ചെറിയൊരു വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അറിയാൻ ചെറിയൊരു സൗണ്ടും കൂടി ഉണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ഇടാനുള്ള ഇത് നമുക്ക് ഇവിടെ ഒരു ചെറുതായിട്ട് ഇവിടെ കൊടുത്തിട്ട് എൻ്റെ ലോക്ക് അൺലോക്ക് എന്നും പറഞ്ഞ് അത് നോക്കി നമ്മളൊരു സൈഡിലേക്ക് തിരിക്കുക. ജസ്റ്റ് ഓപ്പൺ ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഒരു ബാറ്ററി ഇട്ടുണ്ട്. ഒരു ബാറ്ററി ഇട്ടാൽ മതി. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ബാറ്ററിയും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് ഞാൻ മേടിച്ച ബാറ്ററിയാണ് സെപ്പറേറ്റ്. ജസ്റ്റ് ഇട്ട് കൊടുക്കുക. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു ബാറ്ററി മാത്രം ഇനി ഇട്ടാൽ മതി. വേറെ 2 ബാറ്ററി അങ്ങനെ ഇടണമെന്നുള്ള പരിപാടിയില്ല. ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം സംഭവം ഫിക്സ്. ദെൻ നമ്മുടെ ഈ ഹെഡ് കണക്ട് ചെയ്യുമ്പോൾ നോക്കണം, 2 ഓപ്പോസിറ്റ് ഹെഡ് കണക്ട് ചെയ്യുമ്പോൾ നോക്കിയിട്ടാൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അതിൽ. ജസ്റ്റ് നോക്കുക, ഉള്ളിലേക്ക് ഇടുക, സിമ്പിളായിട്ട് കയറി ഇരുന്നോളും. ദെൻ ഞെക്കിയാൽ മതി. നമുക്കിവിടെ കറക്റ്റായിട്ട് ആ വൈബ്രേഷൻ അറിയാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 1200 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. എനിക്കറിയില്ല ഇതിൻ്റെ കറക്റ്റ് പ്രോപ്പർ പ്രൈസ് എത്രയാണെന്ന്, ഓഫർ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ബോക്സും എഴുതിയിരിക്കുന്ന പ്രൈസാണ് 1199 രൂപ. അതാണ് ഇതിൻ്റെ പ്രൈസ് കാണിക്കുന്നത്, പ്രിൻറ്റഡ് റേറ്റ്. ഇനി ഇതിൻ്റെ ഓഫർ റേറ്റ് ഒക്കെ വരുമ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് ഇതിൻ്റെ കാര്യം. പ്രൈസ് കുറയാനാണ് ചാൻസ്, കൂടാൻ വഴിയില്ല. കാരണം ഈ ഒരു
ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ച് ചാർജ് ചെയ്യണ ഓൾറെഡി ഇൻബിൽട്ട് ബാറ്ററി വരുന്ന ടൈപ്പ് ബ്രഷുകളാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. മീൻസ് ഇലക്ട്രിക് ബ്രഷ് എന്ന് പറയുമ്പോൾ ആ ഒരു സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ബാറ്ററി ഇട്ട് യൂസ് ചെയ്യുന്നത്. ഞാനങ്ങനെ ഇലക്ട്രിക് ബ്രഷൊന്നും ഇത് ഫസ്റ്റ് ടൈം എനിക്ക് ഇങ്ങനെ കിട്ടിയപ്പോൾ റിവ്യൂ ചെയ്ത് ഇടുന്നു എന്നുള്ളൂ. ഞാൻ ഇത് യൂസ് ചെയ്യാൻ കാര്യമൊന്നും പോണില്ല, ജസ്റ്റ് പ്രൊഡക്റ്റായിട്ട് ഇങ്ങനെ വെക്കുന്നു, അവർ തന്നു, ഞാൻ റിവ്യൂ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ജെന്യുവൻ റിവ്യൂ ആണ് പറയണത്. ഇത് അവർ തന്നു എന്നും പറഞ്ഞ് അവരെ പൊക്കി പറയാനോ തത്തി പറയാനോ ഒന്നുമല്ല, ജസ്റ്റ് എനിക്ക് എന്ത് തോന്നുന്നു അത് ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. പിന്നെ പ്ലാസ്റ്റിക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല, ഹാൻഡിയാണ്. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലാസ്റ്റിക്കാണ്. അങ്ങനെ പെട്ടെന്ന് ഒടിഞ്ഞു പോണ ടൈപ്പ് ഒന്നുമല്ല. താഴെ വീണാലും വലിയ വിഷയമൊന്നുമില്ല. എന്ന് വെച്ചാൽ നല്ല ഹൈറ്റിൽ നിന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൊട്ടിപ്പോവും, അത്രയും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബട്ട് എന്തുകൊണ്ടൊരു ജസ്റ്റ് ഒന്ന് ഇലക്ട്രോണിക് ബ്രഷ് ഒന്ന് യൂസ് ചെയ്ത് നോക്കണം, എങ്ങനെയാണ് സംഭവം എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എനിക്കറിയില്ല ഇതിൻ്റെ കൂടുതൽ ഇതിൻ്റെ ഒറിജിനൽ മാർക്കറ്റ് പ്രൈസ് ഞാനിപ്പോൾ നോക്കി പറഞ്ഞത് പ്രിൻറ്റഡ് റേറ്റ് ആണ്. ഇനി ഓഫർ റേറ്റിൽ ആ ഒരു റേറ്റിൽ കൂടുതലാണോ കുറവുള്ളത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി ഒരു വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ് ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വരുന്നവരിക്കും ബൈ.